ശ്രീ സന്ദീപ് ബജസ്പതി, ഗുരുതരമായൊരു തെറ്റ് തന്നെയാണ്. ശശി തരൂരിന്റെ പി അടക്കമുള്ള 2 പേരാണ് സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിന്റെ പിടിയിലായിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. കാരണം രാജ്യത്തിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിൽ, രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ മാത്രമല്ല ആഭ്യന്തര സുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇത്ര കാലവും നമുക്ക് പുറത്തു വന്ന വാർത്തകളൊക്കെ കൊട്ടേഷൻ സംഘങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ എന്ന തരത്തിലായിരുന്നു. പക്ഷെ ഇത് ഒരു എംപിയുടെ അടുത്ത അനുയായി അല്ലെങ്കിൽ എംപിയുടെ പേഴ്സണൽ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ അറസ്റ്റിലാകുന്നു എന്നത് ഏറെ ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ്. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും അവർ ഇത്തരത്തിലുള്ള കള്ളക്കടത്തിന് കോപ്പ് കൂട്ടുന്നു അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തുന്നു എന്നതും ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. ഇത്തരം കള്ളക്കടത്ത് സ്വർണം കൊണ്ടാണ് രാജ്യത്ത് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്ന് പോലും അവരാണ് നമുക്ക് സംശയമുണ്ട്. ഇക്കാര്യത്തിലൊക്കെ ഇനി എന്തായാലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതിൽ ശശി തരൂരിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുകൂടിയാണ് ഇനി അറിയേണ്ടതുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് നടത്താൻ പണമില്ല എന്നൊക്കെ നേരത്തെ വിലപിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടിരുന്നു. ഇനി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്താനാണോ കള്ളക്കടത്ത് നടത്തുന്നത് എന്നാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണി നേതാക്കന്മാരും വിശദീകരിക്കേണ്ടത്. ശ്രീ സന്ദീപ് ബജസ്പതി, ശശി തരൂരിന്റെ പി അടക്കമുള്ള സംഘമാണ് പിടിയിലായിരിക്കുന്നത്. ഇതിൽ കൃത്യമായ രാഷ്ട്രീയ സ്വാധീനമില്ലാതെ ഇത്തരമൊരു കൃത്യം നിർവഹിക്കാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കുമോ? അല്ല, ഇതിപ്പോ നാം പറയാറില്ല, ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഇവർ നടത്തുന്ന എല്ലാ അർത്ഥത്തിലും ഇവർ ഇന്ത്യ മുന്നണിയാണല്ലോ. നേരത്തെ കേരളത്തിലെ CPM നേതാക്കന്മാരായിരുന്നല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ളതായിരുന്നല്ലോ സ്വർണ്ണക്കടത്ത് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവരുടെ കൂട്ടാളികളായ കോൺഗ്രസുകാർക്കും അതിൽ പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇന്ത്യ മുന്നണി എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലയിലേക്കും അവരവരുടെ സഖ്യം വ്യാപിപ്പിച്ചു എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. അവർ നേരത്തെ പറഞ്ഞിരുന്നത് BJP എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നണിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സ്വർണ്ണക്കടത്തിൽ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നതിന് പോലും ദേശീയ തലത്തിൽ സഖ്യമുണ്ട് എന്നല്ലേ ഇപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു MPയുടെ PA ഈ കാര്യത്തിൽ അറസ്റ്റിലാകുക എന്നതൊക്കെ ഏറെ ഗുരുതരമായ ഒരു കാര്യമാണ്. ഇത്ര കാലവും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ പിടിയിലായപ്പോഴാണ് കോൺഗ്രസുകാരടക്കമുള്ളവർ വലിയ രീതിയിൽ രംഗത്ത് വന്നതാണ്. ഇപ്പോൾ അവര് എന്താണ് ഇതേപ്പറ്റി പ്രതികരിക്കുന്നത്? അപ്പോൾ BJPയെ നേരിടുന്നതിന് വേണ്ടി കള്ളക്കടത്ത് പോലും നടത്താം, അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ പോലും പണയം വെക്കാം എന്ന തരത്തിലേക്കാണ് ഇവരുടെ ചിന്തകൾ പോകുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ശശി തരൂർ തീർച്ചയായും മറുപടി പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ PA ആണ് ഇപ്പോൾ പിടിയില, PAയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമാണ് പിടിയിലായിട്ടുള്ളത്. അപ്പൊ ഇത് ശശി തരൂരിന്റെ അറിവോടുകൂടിയാണോ? കാരണം ശശി തരൂർ എന്നുള്ളത് കേവലം തിരുവനന്തപുരത്തിന്റെ ഒരു MP മാത്രമല്ല, AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അവരുടെ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്യാമ്പയിനറാണ്. രാജ്യം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തുന്ന താരപ്രചാരകൻ കൂടിയാണ് ശശി തരൂർ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഇത് ശശി തരൂരും AICC നേതൃത്വവും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ സന്ദീപ് ബജസ്പതി, ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിനാണ്.